നമസ്കാരം. സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് യോജിക്കാത്തത്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, തെറ്റാണ്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ശ്രീ കുമാര ഗുരുദേവന്റെ ജനനം. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഒന്നുകൂടി നോക്കാം. ശ്രീ കുമാര ഗുരുദേവന്റെ ജനനം പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ്. പ്രത്യക്ഷരക്ഷ ദൈവസഭ സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ഡി ആണ് ശരി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. മൂഷകവംശകാവ്യം അതുലൻ, കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട്. മൂഷകവംശകാവ്യം എഴുതിയത് അതുലൻ ആണ്. കേരളപ്പഴമ എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന. 1ഉം 4ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി VC ബാനർജി ആയിരുന്നു, തെറ്റാണ്. INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. INCന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു, ശരിയാണ്. INCന്റെ ആദ്യത്തെ സമ്മേളനത്തിൽ 72 പേരായിരുന്നു പങ്കെടുത്തിരുന്നത്, ശരിയാണ്. INCയുടെ ആദ്യത്തെ സമ്മേളനം പൂനെയിൽ വെച്ചായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആദ്യത്തെ സമ്മേളനത്തിൽ 72 പേര് പങ്കെടുത്തിരുന്നു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 4ഉമാണ് ശരി. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത്. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിനു വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിന്റെ പേര് ആന്ധ്ര സംസ്ഥാനമായിരുന്നു. പിന്നീടാണ് ആന്ധ്രാപ്രദേശ് എന്ന നാമകരണം ചെയ്യപ്പെട്ടത്. അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി യോജിക്കാത്ത പ്രസ്താവന കണ്ടെത്തുക. 1ഉം 3ഉമാണ് യോജിക്കാത്ത പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സമയത്ത് ഫ്രാൻസിലെ ചക്രവർത്തി ലൂയിസ് 14 ആയിരുന്നു, തെറ്റാണ്. പ്രാതിനിധ്യം ഇല്ലാത്ത നികുതിയില്ല എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്, തെറ്റാണ്. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. മൊണ്ടേസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു, ശരിയാണ്. ഒന്നുകൂടി നോക്കാം. ടെന്നീസ് കോർട്ടിലെ പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. മൊണ്ടേസ്ക്യൂ, റൂസോ, ജോൺ ലോക്ക് തുടങ്ങിയവർ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച ചിന്തകരായിരുന്നു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1ഉം 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ആണ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാന്റലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മാന്റലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ മേഖലയാണ് അയണോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. ഹിമാലയ മടക്കുപർവ്വതങ്ങളാണ്. ഹിമാലയ മടക്കുപർവ്വതം. ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതങ്ങളാണ്. ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു.
അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഇരിക്കുന്നതിൽ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. മേട്ടൂർ ഡാം കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം കാവേരി നദി. തെഹരി ഡാം ഭഗീരഥി നദിയിലാണ്. തെഹരി ഡാം ഭഗീരഥി നദി. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിലാണ്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. ഇഞ്ച് ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. ഇഞ്ച് ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ഞാൻ ഈ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസിലെ തെറ്റായിട്ടുള്ള ജോഡികളുടെ കറക്റ്റ് ആൻസർ എന്താ പറയത്തെന്ന് വെച്ചാൽ നമ്മളത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡാമുകൾ ഏതൊക്കെ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളിനി വീഡിയോ ചെയ്യുന്നുണ്ട്. ഷോർട്സ് വീഡിയോസ് ആയിരിക്കും ചെയ്യുക. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? ബാങ്ക് നിരക്ക്. 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ബാങ്ക് നിരക്കിനാണ്. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. ഒന്നുകൂടി നോക്കാം. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDPയിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകൾ തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖലയുടെ സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എ ആണ് കറക്റ്റ്. പ്രസ്താവന 1 ശരിയാണ്. പ്രസ്താവന 2 ശരിയല്ല. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. തെറ്റാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. മയൂർഭഞ്ച് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ഇരുമ്പാണ്. മയൂർഭഞ്ച് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇരുമ്പാണ്. കോലാർ എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്വർണ്ണമാണ്. കോലാറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സ്വർണം. റാണിഗഞ്ച് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൽക്കരിയാണ്. റാണിഗഞ്ചിലാണ് കൽക്കരി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മലഞ്ച്ഘട്ട് എന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെമ്പാണ്. മലഞ്ച്ഘട്ട് ചെമ്പാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ശരിയാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക ശ്രദ്ധ നൽകുക. ഒന്നുകൂടി നോക്കാം. സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധ നൽകുക. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ബി ആണ് ശരിയല്ലാത്തത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു.
ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-നാണ് നിലവിൽ വന്നത്. 1950 മുതൽ 2014 വരെ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ഏതൊക്കെയാണ്? നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? ശ്രീ സച്ചിദാനന്ദൻ. ശ്രീ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി 74-ാം ഭേദഗതി. 74-ാം ഭേദഗതിയിലാണ് രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ് സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഇന്ത്യയുടെ 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആര്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇന്ത്യയുടെ 50-ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സേവനാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. ഒന്നുകൂടി നോക്കാം. സേവനാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം. വോട്ടവകാശമാണ് തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയമാണ് വോട്ടവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഉള്ളത് സമത്വം, ജനാധിപത്യം, സാഹോദര്യം എന്നിവയൊക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കേരളത്തിലെ സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് മിഷൻ പദ്ധതി. ലൈഫ് മിഷൻ പദ്ധതിയാണ് എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന്. ശരിയായിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. 1950 ജനുവരി 26-ന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാടാണ്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ D ആണ് ശരി. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ചെവിക്കുടയിൽ, കശേരുക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. ചെവിക്കുടയിൽ, കശേരുക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. ഇവിടെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിൽ തരുണ അസ്ഥികൾ കാണപ്പെടുന്നത്.
എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത്? ഇരുമ്പ്. ഇരുമ്പാണ് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം. COVID-19 കാരണമായ സൂക്ഷ്മജീവി? വൈറസ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ആണ് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ? സി ആണ് കറക്റ്റ്. കോഴിക്കോട് മാത്രമാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? രക്തഗ്രൂപ്പ് ABക്കാണ് ദാനം ചെയ്യാൻ സാധിക്കുക. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് രക്തഗ്രൂപ്പ് AB തന്നെയുള്ള ആളുകൾക്കാണ് രക്തം ദാനം ചെയ്യാൻ സാധിക്കുക. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം? തന്നിരിക്കുന്നതിൽ രാജസ്ഥാനാണ് പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം. ഭൂഗുരുത്വ ത്വരണം Gയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. Gയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ Gയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് Gയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബോധം താഴേക്ക് പതിക്കുമ്പോൾ Gയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. Gയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ Gയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് Gയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബോധം താഴേക്ക് പതിക്കുമ്പോൾ Gയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നതിൽ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി LNGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ 1, 2, 3 ശരിയായിട്ടുള്ളത്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പ്രകൃതിവാതകങ്ങളെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യുവാനും സാധിക്കും. താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏത്? ന്യൂക്ലിയർ ഊർജ്ജമാണ്. ന്യൂക്ലിയർ ഊർജ്ജം ബ്രൗൺ എനർജിയാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ക്ലോറിനാണ്. അന്ന് ബ്ലീച്ചിങ് പൗഡർ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച സമയത്ത് നമ്മൾ ഒരുപാട് കേട്ട വാക്കാണ് ക്ലോറിനേഷൻ ചെയ്യാന്നുള്ളത്. ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ക്ലോറിൻ എന്ന വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡറിനെ അണുനാശിനി എന്ന നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചത്. താഴെ തന്നിരിക്കുന്ന ലൈനിയെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് 1, 3 ശരിയായിട്ടുള്ളത്. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? തന്നിരിക്കുന്നതിൽ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ ഇത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ ഇത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃകാ പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. ബോർ മാതൃകാ പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരും.
തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൺ മെൽഡൻ, കെ ബാരിഷ് ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗൺ കെമിസ്ട്രിയുടെയും വികസനം. ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗൺ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ് 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബെർട്ടോസിക്കും മോർട്ടൺ മെൽഡനും കെ ബാരിഷ് ഷാർപ്ലസിനും ലഭിച്ചത്.